നല്ലവണ്ണം മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചേരുവകൾ ആഡ് ചെയ്യണം. മഞ്ഞൾ, മുളക്, മല്ലി, തക്കാളി. മുളക് 2 സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സാധാരണ സ്പൂണാണ് കേട്ടോ. അതിലേക്ക് ഞാനിനി മഞ്ഞൾ ആഡ് ചെയ്യും. മഞ്ഞൾ എപ്പോഴും മുളകിനേക്കാൾ കുറവായിരിക്കും. അങ്ങനെ 1 സ്പൂണ് മഞ്ഞളും ആഡ് ചെയ്തു. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലി പൗഡറാണ്. ചില ആളുകൾ മല്ലി പൗഡർ ആഡ് ചെയ്യില്ല, ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷേ എനിവേ നമ്മൾ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി ഒരു കറിക്കൊരു എന്താ പറയുക, ഒരു ടൈറ്റൊക്കെ കിട്ടും. അപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, അതിലേക്ക് ഞാൻ ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ട് പൊതിർത്തി ഡയറക്റ്റ് ഈ ഒരു മിശ്രിതത്തിലേക്ക് ഒഴിക്കാവുന്നതാണ്. പിന്നെ ഉപ്പ് ഇടാം. പക്ഷെ ഞാൻ അതെല്ലാം കൂടി ഈ ഒരു വഴറ്റിയാണ് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പൊരിക്കാൻ വേണ്ടും. അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി ആഡ് ചെയ്തു, 2 തക്കാളി, പിന്നെ ഉള്ളി ആഡ് ചെയ്തു. നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ഇട്ടതാണ്. ഇതിലേക്ക് നമ്മൾ തടവണം. ഞാനിത് ഇളക്കി നോക്കി. അപ്പോൾ കുറച്ചൊരു മുളകും കുറച്ചൊരു മഞ്ഞളിൻ്റെ ഒക്കെ ഒരു കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാനത് നമ്മുടെ പാകത്തിന് കുറച്ചും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മഞ്ഞളും, ഒരു 1/2 സ്പൂണ് മഞ്ഞളും, അതേപോലെ തന്നെ നേരത്തെ ഇട്ട അളവിൽ 1 സ്പൂണ് മുളകും ഇട്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റായി. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റി അങ്ങനെ കുറേ പണി എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് എപ്പോഴും കാഷ്വൽ ആയിട്ടുള്ള കുക്കിംഗ് ഇതാണ്. അപ്പോൾ കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറിലേക്ക് അപ്ലൈ ചെയ്തു. ഫ്രൈ പ്ലസ് സാലന. നല്ല മഴയാണ് പുറത്ത്, ശബ്ദം കുറച്ചൊരു വ്യത്യാസമുണ്ട്. താങ്ക് യു വെരി മച്ച്.